ആ ഒരു സാധനം നമ്മുടെ നാക്കിൽ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് കുറെ നേരം നിൽക്കുമെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം, കൃഷി ചെയ്ത ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫുഡ് കൾച്ചർ താല്പര്യമുള്ള ആൾക്കാർ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പൊ ഇന്ന് അങ്ങനത്തെ ഒരു സ്പോട്ടാണ് കേട്ടോ. ഇപ്പൊ ഡയറക്ഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടൂര് കൊട്ടാരക്കര റോഡിലുള്ള ഏനാത്ത് കഴിഞ്ഞിട്ട് കുളക്കടയോട് ചേർന്ന് നിൽക്കുന്ന ഉള്ള ഒരു സ്പോട്ടിലാണ് ഇത് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന ഈ കപ്പയും ചേനയും കാച്ചിലും പുഴുക്കും എല്ലാം കൂടെ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പം അതിന്റെ കൂടെ തന്നെ നല്ല ചൂട് ചുക്ക് കാപ്പിയും കൂടെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്. ആ ഒരു സ്പൈസസിന്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ മസ്റ്റ് ട്രൈ ആണ്. ആ ചമ്മന്തി അടിപൊളിയാട്ടോ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 5-6 വിഭവങ്ങൾ, അതായത് കപ്പ, ചേന, കാച്ചില്, പുഴുക്ക്, മധുരക്കിഴങ്ങ്, പിന്നെ ഇത് ഏത്തക്ക പുഴുങ്ങിയത്. നമുക്ക് ഏത്തക്ക പുഴുങ്ങിയത് കിട്ടിയില്ല, വന്നപ്പോഴത്തേനും തീർന്നു പോയി. അപ്പൊ അതെല്ലാം കൂടെ മിക്സ് ആക്കി ഒരു പ്ലേറ്റിന് 50 രൂപ എന്നുള്ള നിരക്കിലാണ് ഇപ്പോൾ ഇവര് സെർവ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കേട്ടോ. ഒരാൾക്ക് വയറ് നിറയാൻ പറ്റുന്ന സാധനം തന്നെയാണ്. പിന്നെ ആ ഒരു എരിവ് അന്യായ എരിവെന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം നമ്മുടെ നാക്കിൽ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് കുറെ നേരം നിൽക്കും. പിന്നെ ചുക്ക് കാപ്പിയും നമുക്ക് ആ ഒരു എരിവ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മധുരക്കിഴങ്ങും ചുക്ക് കാപ്പിയും കൂടെ നമുക്ക് നല്ല മധുരമുള്ള മധുരക്കിഴങ്ങും ചുക്ക് കാപ്പിയും കൂടെ നമുക്ക് വെച്ച് കോമ്പൻസേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ആ ഒരു ഹൈവേയുടെ സൈഡിലായതുകൊണ്ട് തന്നെ നല്ല പാർക്കിങ്ങിന് സ്പേസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ വന്ന ആൾക്കാർ പാഴ്സൽ വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട്. പാഴ്സലിന് എക്സ്ട്രാ ഒരു 10 രൂപയും കൂടെ ആവും. ചുക്ക് കാപ്പിക്ക് 10 രൂപയാണ്. അപ്പൊ ഞങ്ങൾ 3 പ്ലേറ്റ് എടുത്തപ്പോഴത്തേനും 150 രൂപയും ചുക്ക് കാപ്പിയുടെ 30 കൂടെ ആയപ്പോഴത്തേനും 180 ആയതേ ഉള്ളൂ. അപ്പം വളരെ സമീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ടുള്ള ഭക്ഷണം, കൃഷി ചെയ്ത ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫുഡ് കൾച്ചർ താല്പര്യമുള്ള ആൾക്കാർ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ ധരണി ഫാംസിന്റെ ഈ ഔട്ട്ലെറ്റ്. അപ്പോൾ വരിക, എക്സ്പ്ലോർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം.